ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കപ്പ ശരിക്കും എണ്ണയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് മീനും ഒന്ന് നോക്കാം. പൊളി കേട്ടോ, അടിപൊളി. ഈ സ്പോട്ടിലേക്കുള്ള വരവ് ഒരു ഷോ കേട്ടോ, നല്ല കാടാണ്. നോക്കി വന്നെ കേട്ടോ, നോക്കി വന്നെ. എന്തോ ഭാഗ്യത്തിനോട് തോട്ടപ്പുഴും ഇല്ല കേട്ടോ. ആ തോട്ടപ്പുഴൊന്നുമില്ല. ആശ്വാസം. സ്ഥലത്തേക്ക് എത്തിട്ടാ. ഇതാണ് പറഞ്ഞ സ്പോട്ട്. രസമല്ലേ? സ്ഥലം രസമല്ലേ? പിന്നെ അടിപൊളി. അന്നേരം പറയണ്ടോ? എന്നോട് പറയുന്നുണ്ട് ചേട്ടൻ കൊട്ടവഞ്ചി ആയിട്ടില്ലേ? കൊട്ടവഞ്ചി ആയിട്ട് അവർക്ക് ആ കൊട്ടവഞ്ചിയിൽ നമുക്ക് പോകാന്ന് പറയുന്നുണ്ട്. ഓ, ഇവിടെ കൂടുതൽ ഇവർ പിടിക്കുന്ന, അതായത് ലോക്കൽസ് പോയിട്ട് പിടിക്കുന്ന മീനുകൾ കൂടുതലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ മീൻ എന്ന് പറയുന്നത് സിൽവർ കാർപ്പാണ്. സിൽവർ കാർപ്പ് ഏറ്റവും കൂടുതലുള്ള ഒരു ഡാമാണിത്, പൊന്മുടി ഡാം. ആർക്കും ഓൾറെഡി ചൂണ്ടയിൽ അടിച്ച് കിട്ടിയിട്ടില്ല, വലിച്ച് താഴെ ഇട്ടു എന്നുള്ള കഥകളൊക്കെയാണ് കേട്ടേക്കുന്നത്. പിന്നെ ഇവിടെ കിട്ടിയേക്കുന്ന കൂടുതലും വലയ്ക്കാണ്. വലയ്ക്ക് വലിയ മീനുകൾ കിട്ടുന്നുണ്ട്. റോഹ്, കട്ട്ല, ഇങ്ങനെയുള്ള മീനുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. വരാലും ഉണ്ട്, ചെറുവരാലുണ്ട്. ഈ ഒരു സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു ചെറുവരാൽ അങ്ങനെ അധികം ഇല്ലാന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസ്റ്റോക്സ്. നമ്മൾ ഇന്ന് ഇവിടെ കമ്പിളികണ്ടം അടുത്ത് പൊന്മുടി ഡാമിൽ, ഇതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് 2-3 മീനുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സൈസ് വരാലുകളാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മീൻ കിട്ടുമോ? വരാലാണ് കൂടുതൽ അടിക്കുന്നത്, നാടൻ വരാൽ, നല്ല സൈസിലുള്ള വരാലാണ് കൂടുതൽ അടിക്കുന്നത്. പിന്നെ ചെറുമീൻ, കാർപ്പുകൾ, അങ്ങനെ ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്നത് നോക്കാം. ഇവിടുന്ന് നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുപോലെ തന്നെ കമ്പിളികണ്ടത്ത് പോയിട്ട് അതിനെ നമുക്ക് ഗ്രില്ല് ചെയ്യോ വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടികളും ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. സോ ലെറ്റ് us see എന്താ സംഭവിക്കാൻ നോക്കാം. അടിപൊളി. വല്ലതും ഉണ്ടോടാ? സ്ട്രൈക്ക് വല്ലതും കിട്ടിയോ? മടുത്തോടെ ഇവിടെ ഷോക്കാണ്, അപ്പുറത്തേട്ട് നോക്കാം. എന്നാ വരാനാണോ അത്? അമ്മേ, അയ്യോ, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പിന്നർ ഫ്രോഗിൽ ഒരു വരാലടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വരാലാട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇവിടുന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി താഴെയത്. പക്ഷേ ഇത് 1 kg പ്ലസ് ഉണ്ട്. 1 kg പ്ലസ് ഉണ്ട്. ഒരു 1-200 റേഞ്ച് ഒക്കെ ഉണ്ടാവും. ഫ്രോഗ് കാണിച്ചെടുത്തേ. കോബ്രയിലാട്ടോ അടിച്ചേക്കുന്നത്. സ്പിന്നർ ഫ്രോഗാണ്, അതിലാണ് അടിച്ചേക്കുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മീൻ. എല്ലാവരും ചറങ്ങം പറങ്ങ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധ്യതയുണ്ട് കേട്ടോ. മേ ബി എ സ്ട്രൈക്ക്. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു, ഇനി കുക്കിംഗ് അല്ലേ ചേട്ടാ? അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ വർക്ക് ഇവിടെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സീലിംഗ് എന്ന ഏട്ടന്മാരാണ് നിൽക്കുന്നത്. ലേറ്റായി, എന്നാലും ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരെല്ലാവരും ഉഷാറാണ്ടോ. അകത്തേക്ക് കയറുമ്പോൾ അകത്ത് സീലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഈ ടൈമിൽ ഇവിടെ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 6 മണി ഏകദേശം ആവാറായി. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തേച്ചെണ്ണം അൻവറും അവിടെ കപ്പയും മീനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ കഴിച്ചാലോ തെറിച്ച് വെള്ളം. അപ്പോൾ വരാലിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. വരാലിനെ ക്ലീൻ ചെയ്തു ഓൾറെഡി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിനെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അതിനെ കറി വെച്ച് കപ്പയും കൂടി കൂട്ടി കഴിക്കുന്ന
ഇന്നത്തെ ഡിന്നർ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇട്ടളയാം. അപ്പോൾ നമുക്ക് കടുകിടാം. ഒലിവ് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും ഇടാം കേട്ടോ. കറിവേപ്പിലൊക്കെ നമ്മൾ കൂടുതൽ ഇടുന്നുണ്ട്. ഇഞ്ചി, മുളക്, അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി നമ്മൾ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴന്നു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുളി ഉരുക്കിയെടുക്കണം. സാധനങ്ങളൊക്കെ ഇട്ട വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കരിവേപ്പില അങ്ങനെയുള്ളതെല്ലാം മൂത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി പൊടികളെല്ലാം കൊടുക്കാം. മുളക് പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. പൊടി ഒരു കുറച്ചിട്ടാൽ മതി. കുരുമുളക് പൊടിയാണ് കേട്ടോ, അടിച്ച പൊടിയാണ്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. പൊടികളെല്ലാം മസാലകളെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി കൂടി ചേർക്കാം അതിൻ്റെ അകത്തേക്ക്. നമ്മളൊരു ഷാപ്പ് കറിയാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി എരിവൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പുളി ഉരുക്കിയത് ഒഴിക്കണം. പുളി ഉരുക്കിയത് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മീനിടാം. പുളി ഉരുക്കിയത് അങ്ങോട്ട് ഒഴിക്കുകയുണ്ട്. പുളിയോട് കൂടി തന്നെ നമ്മൾ ഒഴിക്കുന്നത്. പെട്ടെന്ന് എടുക്കാനുള്ള കറി ആയതുകൊണ്ട് പുളിയും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിന് മസാല കാര്യങ്ങൾ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ കൊടുക്കണം. നമ്മുടെ പിടിച്ച വരാൽ തലയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. തല എണ്ണ മൂടി കിടക്കണം. അപ്പോൾ വരാല ഏകദേശം തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ മീൻ റെഡി ആവട്ടെ. ഇനി കുറച്ച് ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് കപ്പയൊന്ന് റെഡിയാക്കാം. പക്ഷേ അപ്പോൾ കപ്പയുടെ കാര്യം നോക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കട്ടോ ആദ്യം. ഇട്ടോ കേട്ടോ. കടുക് കുറച്ച് ഇടും കേട്ടോ. അധികം പൊട്ടട്ടെ. രണ്ട് മൂന്ന് കാന്താരങ്ങൾ ഇടണ്ട കേട്ടോ. ഒന്ന് നോക്കട്ടെ. പിന്നെ പച്ചക്കറി വേപ്പില. പിന്നെ പച്ച ഫ്ലേവർ അടിപൊളിയാ. അപ്പൊ ചെറിയ തണുപ്പൊക്കെ ആയി. ചെറിയ തണുപ്പല്ല, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പൊ നമ്മൾ കപ്പയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ വൈശാഖ് റെഡി ആക്കിയിട്ടുണ്ട്. മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. കുറച്ച് കപ്പ, മീൻ ശരിക്കും എണ്ണയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീനും ഒന്ന് നോക്കാം. യെസ്. അപ്പൊ അതെ, കപ്പയും മീനും റെഡി ആയിട്ടുണ്ട്. മീൻ നല്ലൊരു പീസ്, തുണ്ടൻ പീസുകളാണ്. ഇഷ്ടംപോലെ പീസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു. കപ്പയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പൊ ഈ കപ്പയും മീനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എന്ന് തന്നെയാണ് നോക്കുന്നത്. കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നല്ല തണുപ്പത്ത്, ഈ ഒരു തണുപ്പത്ത് നാടൻ വരാലും നാടൻ കപ്പയാണ് ഇവിടെ തന്നെ. നാടൻ കപ്പയും ചേർന്ന് നമ്മളത് കഴിച്ച് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറയാൻ പോവാണ്. ഓക്കെ, ലെറ്റ് us start. ഓക്കെ ഓക്കെ ചാറ് കപ്പ കൊള്ളാം, ഗ്രേവി കൊള്ളാം. പൊളിയാട്ടോ, അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? അടിപൊളി. പുളിയൊക്കെ പിടിച്ചാൽ സൂപ്പർ സൂപ്പർ സാധനം. ഈ കറി ഒരു ദിവസം കൂടി ഇരിക്കും കൂടി ചെയ്ത് അടിപൊളിയാണ്. നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. നാളത്തേക്കാണെങ്കിൽ വേറെ ലെവലായിരിക്കും. വർക്ക് വന്നാലും അത് ഫുഡ് കിട്ടിയിട്ടാ മതി. സൂപ്പർ ഫുഡ്. മീൻകറി, കപ്പ പൊളിച്ച്. ഒന്നും പറയാനില്ലേ, സൂപ്പർ ആണ്. അൻവർ നല്ലൊരു ഒരിക്കലും ഒന്നും പറയാനില്ല.
ശരിക്കും അതിന്റെ ഗ്രേവി ഒക്കെ പിടിച്ചിട്ടുണ്ട് ട്രോളിലേക്ക് അല്ലേ? പുളിയായി. പുളിയായി. സെറ്റായി. പക്ഷെ നാളത്തേക്ക് എടുക്കണമെന്ന് ആലോചിക്കേ. ഇന്ന് അനക്കാതെ വെച്ചിട്ട് നാളെ എടുക്കണം. നാളെ എടുക്കണം. തണുപ്പത്തെ തീയൊക്കെ കാഞ്ഞ് ഇങ്ങനെ നാടൻ കപ്പയും നാടൻ മീനും മീൻസ് വരാലും ഒക്കെ കൂട്ടി കഴിച്ചിങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു പ്രത്യേക വൈബാണ്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. അടിപൊളി. കഴിച്ചു വയ്ക്കാൻ വെച്ചാൽ എന്തായാലും ക്യാമറയുടെ പുറകിലല്ലായിരുന്നു ഇത്ര നേരം. ഞങ്ങളുടെ കപ്പയും മീനും നല്ല കേട്ടോ, അടിപൊളിയാ ശരിക്കും. എങ്ങനെ എന്ത് തോന്നുന്നു? വരാലും ഒരു രക്ഷയിലാണോ, സീരിയസ് ആയിട്ട്. വരാല് ശരിക്കും ചെറുമീനേക്കാളും നല്ലതാ ശരിക്കും കറി വയ്ക്കുമ്പോ. കറി വയ്ക്കാൻ വരാലുണ്ട്, ഏകദേശം പറയാനില്ല. നല്ല പുളിയൊക്കെ പിടിച്ച് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, സംഭവം കൊള്ളാം. അപ്പോ എന്തായാലും നമ്മൾ അധികം ദീർഘിപ്പിക്കണ്ട എന്തെങ്കിലും ആവട്ടെ. അത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. മോൺസ്റ്റോക്സ് സൈനിങ് ഓഫ്. ബൈ. ബൈ. ഞാൻ തന്നെ കുത്തിച്ചാടിയാണ്.